IPL 18-ാം അംഗത്തിൽ ടീമുകളെല്ലാം 7 മത്സരങ്ങൾ പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് മുന്നേറുമ്പോൾ 8ാം റൗണ്ട് പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും. ഒരു ജയം നേടിയാൽ അടുത്തത് തോൽക്കാനാണ് ഈ IPL-ൽ കൊൽക്കത്തയുടെ വിധി. 7 മത്സരത്തിൽ 4-ൽ ജയിച്ചപ്പോൾ കൊൽക്കത്ത 3-ൽ തോറ്റു. ഗുജറാത്ത് ആകട്ടെ 7-ൽ 5-ൽ ജയിച്ച് പ്ലേ ഓഫ് സ്പോട്ടിൽ സ്ഥാനമുറപ്പിച്ചാണ് ഈഡൻ ഗാർഡൻസിൽ ഇറങ്ങുന്നത്. ഇംഗ്ലീഷ് ബാറ്റർ ജോസ് ബട്ട്ലറിന്റെ മിന്നും ഫോമിലാണ് ഗുജറാത്തിന്റെ പ്രതീക്ഷ. IPL മെഗാ താരലേലത്തിൽ ഏറ്റവും മോശം തീരുമാനം ഏതെന്ന ചോദ്യത്തിന് ജോസ് ബട്ട്ലറെ നിലനിർത്താത്ത രാജസ്ഥാന്റെ തീരുമാനം എന്ന് തന്നെയാകും ആരാധകരുടെ ഉത്തരം. ഏത് സാഹചര്യത്തിലും 4-5 മത്സരങ്ങൾ ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ ശേഷിയുള്ള ബട്ട്ലറെ പുറത്താക്കി രാജസ്ഥാൻ നിലനിർത്തിയ വിദേശ താരമാകട്ടെ ഷിംറോൺ ഹെറ്റ്മേർ, ധ്രുവ് ജുറേൽ, റിയാൻ പരാഗ് എന്നിവരെയൊക്കെ നിലനിർത്താൻ തീരുമാനിച്ചപ്പോഴും ബട്ട്ലറിന്റെ സാന്നിധ്യം ടീമിന് നൽകുന്ന കരുത്ത് രാജസ്ഥാൻ മാനേജ്മെന്റ് കണക്കിലെടുത്തില്ല. ഈ സീസണിലും മിന്നും പ്രകടനം തുടരുകയാണ് ജോസ് ബട്ട്ലർ. അവസാന മത്സരത്തിൽ ഡൽഹിക്കെതിരെ 203 റൺസ് പിന്തുടരുമ്പോൾ 54 പന്തിൽ 97 റൺസുമായി പുറത്താകാതെ നിന്നു ജോസ് ബട്ട്ലർ. 11 ബൗണ്ടറിയും 4 സിക്സറും ഉൾപ്പെടെയായിരുന്നു ബട്ട്ലറിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സ്. ഇനി ഈ സീസണിലാകെ ജോസ് ബട്ട്ലറിന്റെ ബാറ്റിംഗ് പ്രകടനം നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ 7 മത്സരങ്ങളിൽ 315 റൺസാണ് ജോസ് ബട്ട്ലർ ഇതുവരെ നേടിയത്. 63 റൺസ് ശരാശരിയിലാണ് ബട്ട്ലറിന്റെ പ്രകടനം എന്നത് ശ്രദ്ധേയം. അതോടൊപ്പം 164.06 സ്ട്രൈക്ക് റേറ്റിലാണ് ബട്ട്ലറിന്റെ വെടിക്കെട്ട് പ്രകടനം തുടരുന്നത്. കഴിഞ്ഞ സീസണിൽ 2 സെഞ്ചുറി അടക്കം 11 കളിയിൽ 359 റൺസ് നേടിയ ജോസ് ബട്ട്ലറിനെ ഒഴിവാക്കിയ രാജസ്ഥാനാകട്ടെ ടോപ്പ് ഓർഡറിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമായിട്ടില്ല. രാജസ്ഥാന്റെ മോശം തീരുമാനം ഏറ്റവും നല്ല അവസരമാക്കി ഗുജറാത്ത് ടൈറ്റൻസ്. മെഗാ താരലേലത്തിൽ ഒരു വിദേശ താരത്തിന് കിട്ടിയ ഏറ്റവും വലിയ തുകയായ 15,75,00,000 നൽകിയാണ് ബട്ട്ലറെ ഗുജറാത്ത് ടീമിലെടുത്തത്. ഇന്ന് ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരിൽ മുൻനിരയിൽ തന്നെയുണ്ട് ഇംഗ്ലണ്ടിന്റെ മുൻ നായകൻ. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും നൽകുന്ന തുടക്കവും ഇമ്പാക്ട് പ്ലെയറായി എന്നും ടീമിന് കരുത്താകുന്ന ഷെർഫൈൻ റൂദർഫോർഡ് ഫോം തുടരുന്നതും ഗുജറാത്തിന് പ്രതീക്ഷ. അതോടൊപ്പം പർപ്പിൾ ക്യാപ്പ് പോരിൽ മുന്നിലുള്ള പ്രസിദ്ധ് കൃഷ്ണയുടെ പ്രകടനവും ടീമിന് കരുത്ത്. സ്ഥിരതയില്ലായ്മ തന്നെയാണ് കൊൽക്കത്തയെ ഇത്തവണയും വലയ്ക്കുന്നത്. ആരോടും ജയിക്കും ആരോടും തോൽക്കുന്ന സ്ഥിതിക്ക് ഒരു മാറ്റവുമില്ല. ഈ IPL-ൽ 100-ൽ താഴെ സ്കോറിന് ഓൾ ഔട്ടായ ഒരേയൊരു ടീം കൊൽക്കത്ത മാത്രമാണ്. തകരാൻ തുടങ്ങിയാൽ അടിമുടി തകരുന്ന ബാറ്റിംഗ് നിരയാണ് ആശങ്ക. കളം നിറഞ്ഞാൽ കൊൽക്കത്തയുടെ പവർ ഹിറ്റർമാരെ തടയാനുമാകില്ല. ഇനി നേർക്കുനേർപ്പോരിന്റെ കണക്ക് നോക്കാം. നേർക്കുനേർപ്പോരിൽ നേരിയ മുൻതൂക്കം ഗുജറാത്ത് ടൈറ്റൻസിന്. ഏറ്റുമുട്ടിയ 4 കളിയിൽ 2-ൽ ഗുജറാത്തും 1 മത്സരത്തിൽ കൊൽക്കത്തയും ജയിച്ചു. കഴിഞ്ഞ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. ജയമുറപ്പിച്ചാൽ 1ാം നിരയിലുള്ള ഗുജറാത്തിന് പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുക്കാം. കൊൽക്കത്തയ്ക്കാകട്ടെ വിജയ വഴിയിലെത്താനുള്ള അവസരം. എല്ലാ കണ്ണുകളും ഈഡൻ ഗാർഡൻസിലേക്ക്.